പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി എടുത്തവരും ഉടമ്പടി എടുക്കാതിരിക്കുന്നവരും അവർക്ക് ആവശ്യമായ ആധ്യാത്മികമായ കഴിവ്, വിശ്വാസം, പ്രത്യാശ, ദീർഘക്ഷമയെന്ന ദൈവിക പുണ്യങ്ങളാൽ ഞങ്ങൾ എല്ലാവരെയും പ്രായോഗികമായി അഭിഷേകം എടുത്ത മക്കൾ ഓരോരുത്തരെയും ഓൺലൈൻ ഉടമ്പടി പ്രാർത്ഥിക്കുന്ന മക്കളെയും അതിദിവ്യകാരുണ്യത്താലൊക്കെ സ്പർശിക്കുകയെ നന്ദി പറയുന്ന കർത്താവേ, അവിടെ നിയോഗങ്ങളെ തൊടുന്നത് നന്ദി പറയുന്ന കർത്താവേ, യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. ആരാധിക്കുക കണ്ണുകളടച്ച് കൈകൾ കൂപ്പി കൈ നെഞ്ചത്ത് വെക്കുക. നിന്റെ വീട്, നിന്റെ ജോലി, നിന്റെ ആരോഗ്യം, നിന്റെ സാമ്പത്തികാവസ്ഥ, കുടുംബത്തിൻ്റെ സമാധാനക്കുറവ്, ഭർത്താവിൻ്റെ മദ്യപാനം, കുഞ്ഞുങ്ങളുടെ തെറ്റായ പ്രണയബന്ധങ്ങളും, മൊബൈലിൻ്റെ അഡിക്ഷൻസ്, സാമ്പത്തിക കടങ്ങൾ, നിന്റെ വീട് വഴിയില്ലാത്ത അവസ്ഥ, വീടില്ലാത്ത അവസ്ഥകൾ, പലതരത്തിൻ്റെ യാത്രകൾ, നിന്റെ ജോലികൾ, നിന്റെ കറസ്പോണ്ടൻസ്, നിനക്ക് വരേണ്ട പേപ്പറുകൾ, സർട്ടിഫിക്കറ്റുകൾ, പരീക്ഷകൾ, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും സമർപ്പിക്കുക. എന്തെല്ലാം ഉടമ്പടിയിലുണ്ട് അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളുടെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ അഭിഷിക്തം പ്രാർത്ഥിക്കുന്നു. ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും മനുഷ്യരാണ് കർത്താവേ ഈ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുന്നത്. അവരുടെ എല്ലാ വിഷയങ്ങളും ഇപ്പോഴ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ യേശുവിന്റെ നാമത്തില് ഞാൻ ആശീർവദിക്കുന്ന കർത്താവ്. മാരക രോഗികള് യേശുവിന്റെ നാമത്തിൽ ഇപ്പൊ സൗഖ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ത്വക്ക് രോഗികളെ, കിഡ്നി രോഗികളെ, കരൾ രോഗികളെ, മഹോദ രോഗികളെ, ത്രോൺസൈഡ് അസുഖമുള്ളവർ, തൈറോയ്ഡ് അസുഖമുള്ളവർ, തലയ്ക്ക് വേദനയുള്ളവർ, തലക്കിന്റെ ഞരമ്പുകൾക്ക് കടന്ന് വീക്കമുള്ളവർ, ഹൃദയത്തിന് ബ്ലോക്കുള്ളവർ, കരളിൽ വേത്തമുള്ളവർ, കിഡ്നി രോഗികൾ കർത്താവ്, വാതരോഗികൾ, ഉള്ളംകാൽ മുതൽ ഉച്ചവരെ യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിലെ നീ സൗഖ്യം പ്രാപിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ സ്പർശിച്ച് സൗഖ്യം നൽകുന്ന കർത്താവേ, സാക്ഷ്യമായി നന്ദി പറയുന്നു, സൗഖ്യങ്ങൾക്ക് നന്ദി പറയുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന, പരിശുദ്ധ പരമാ ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും. കൈകളെ വീണ്ടും രണ്ട് കൈകളും നെഞ്ചത്ത് വെച്ചുകൊണ്ട് നിന്റെ ജീവിതം, നിന്റെ കുടുംബം, നിന്റെ ജീവിതം, നിന്റെ ഹൃദയത്തില് വേദനിക്കുന്ന ഓരോ അവസ്ഥകള്, ചിന്തകള്, ഓർമ്മകള്, നിന്റെ ഉത്കണ്ഠകള്, നിന്റെ വ്യഗ്രതകള്, നിന്റെ ഭാരങ്ങള് എല്ലാം നിന്റെ കർത്താവിനെ ഏൽപ്പിക്കുക. കർത്താവേ, ഞാൻ 36 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ ഈശോയെ കർത്താവേ, കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്താൽ ഇപ്പോൾ കൈനെഞ്ചത്ത് വെച്ചുകൊണ്ട് ഈ ആരാധന കൂടുന്ന മക്കളുടെ ഹൃദയനെഞ്ചിലുണ്ടാകുന്ന പുകച്ചിലുകള്, ഭാരങ്ങള് കർത്താവേ, എന്തെല്ലാം വിഷയങ്ങളില് അവിടെ മനസ്സിന് വേദന അനുഭവിക്കുന്നവരുടെ ഹൃദയത്തിൽ കർത്താവേ, ഒരു ദിവസം കർത്താവേ എന്തെല്ലാം ഭാരങ്ങള്, വേദനകള്, രോഗങ്ങള്, പല വിഷയങ്ങളെ കുറിച്ചുള്ള ഉത്കണ്ഠകള്, ആദികള്, ഭീതികള്, വ്യഗ്രതകള് മനസ്സിൽ കടന്നു പോകുന്ന ആ മനസ്സുകളെല്ലാം കർത്താവേ ജീവിക്കുന്ന ദൈവം നിന്റെ തിരുമുറിവാർന്ന് വലതുകരത്താൽ സ്പർശിക്കണമേ. യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ അധികാരത്തെക്കുറിച്ച് ഭയങ്ങള്, വ്യഗ്രതകള്, ഉത്കണ്ഠകള്, അതിന്റെ മൂലക്കാരങ്ങൾ, അടിസ്ഥാന വിഷയങ്ങള് ഇപ്പോഴും അടയാള സഹിതം യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ഞങ്ങളെ വീണ്ടെടുത്ത് നന്ദി പറയുന്ന ആരാധനയായിരുന്നുകൊണ്ട്, ഓൺലൈനായിരുന്നുകൊണ്ട്,
തത്സമയവും മക്കളെ അങ്ങ് സ്പർശിക്കുന്നു പറയുന്നു. ഈശോയെ ആരാധന. അതായത് ഇപ്പൊ തന്നെ ഉദാഹരണത്തിന് ലൊംബാർഡ്സ്, വിസിഗോട്സ്, അതുപോലെ തന്നെ മൂർസ്, ഇവരെല്ലാം റോമിനെ ആക്രമിച്ച് പൊട്ടിച്ച് തവിട് പൊടിയായി കഴിഞ്ഞപ്പോൾ അച്ഛന്മാരെയും വിശ്വാസികളെയും സിസ്റ്റേഴ്സിനെയൊക്കെ 100 കണക്കിന് കൊല്ലുമായിരുന്നു ഈ ലൊംബാർഡ്സ്. ഇതിപ്പോൾ ഭീകരവർഗമാണ്. അങ്ങനെ വന്നപ്പോൾ ലൊംബാർഡ്സ് ക്ലാരപ്പുണ്യാളത്തിയുടെ കോൺവെൻറ്റിലൊക്കെ 100 കുതിരകളുമായിട്ട് വെട്ടിക്കൊല്ലാൻ വേണ്ടി കയറുമ്പോൾ ക്ലാരപ്പുണ്യാളത്തി ഈ നാഴി പോലെ ഒരു സംവിധാനത്തിലാണ് കുർബാന അന്ന് സൂക്ഷിച്ചിരുന്നത് രോഗികൾക്ക് വേണ്ടി. ആ നാഴി, ചെറിയ നാഴിയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വരും. കർത്താവേ, ഞങ്ങൾക്ക് ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ ഈ ലൊംബാർഡ്സിൻ്റെ മുമ്പിൽ ഇങ്ങനെ വിറച്ചു തള്ളി തുള്ളി കുർബാനയുമായിട്ട് നിൽക്കും. അതോടുകൂടി ഇവർ പിന്തിരിഞ്ഞു പോകും. അന്ന് മുതലാണ് ആരാധന തുടങ്ങുന്നത്, ദിവ്യകാരുണ്യ ആരാധന. അപ്പം ഇങ്ങനെ ആരാധനയായാലും ജപമാലയായാലും കുരിശിൻ്റെ വഴിയായാലും സഭയുടെ ഓരോ ആപൽഘട്ടങ്ങളിൽ കിട്ടിയ അഭിഷേകങ്ങളാണ്. അതെല്ലാം ഒരു വ്യക്തികളിലൂടെ തുടങ്ങിയതാണ്. ലോകത്തിന് പ്രതിസന്ധി വന്നപ്പോൾ വ്യക്തികളിലൂടെ ദൈവത്തിൻ്റെ അഭിഷേകത്തിലൂടെ ദൈവം തുടങ്ങിയ ലോക ശക്തീകരണത്തിൽ നടത്തിയ ദൈവബന്ധത്തിൻ്റെ ഒരു പ്രാർത്ഥനാ പദ്ധതികളാണ് അതൊക്കെ. പക്ഷെ ഉടമ്പടി അതല്ല. ഉടമ്പടി മനുഷ്യരാശിക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ ഉണ്ടായതല്ല, ദൈവത്തിനൊരു പ്രതിസന്ധി വന്നപ്പോൾ ദൈവം കണ്ടുപിടിച്ചതാണ് ഉടമ്പടി. അതാണ് മറ്റു പ്രാർത്ഥനകളും ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം. ദൈവത്തിന് പ്രതിസന്ധി വരുമ്പോൾ നിങ്ങളൊക്കെ ദൈവത്തിന് പ്രതിസന്ധിയാണ്. അതെ, ദൈവം സൃഷ്ടിച്ച ജനം ദൈവത്തെക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൽപ്പനകൾ മറന്ന് സാത്താന് വിധേയപ്പെട്ട് കൃപ നഷ്ടപ്പെടുത്തി പോയപ്പോഴാണ് ഏദനിലെ ആദ്യത്തെ ഉടമ്പടി ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? പിന്നീട് ഏദൻ്റെ ഉടമ്പടി കഴിയുമ്പോഴാണ് രണ്ടാമത്തെ ഉടമ്പടി. ആദത്തിൻ്റെ ഉടമ്പടി കഴിഞ്ഞ ശേഷമാണ് ഏദൻ ഉടമ്പടി. ഏദൻ ഉടമ്പടി തന്നെയും ആണ് മരിയൻ ഉടമ്പടി. എന്താണ്? ഈ കൃപ നഷ്ടപ്പെട്ട മനുഷ്യന് വീണ്ടും കൃപ അഭിഷേകം ഉണ്ടാകാൻ വേണ്ടി ദൈവം കണ്ടുപിടിച്ചാണ് ഉടമ്പടി. കൃപ നഷ്ടപ്പെട്ട മനുഷ്യന്, അശക്തരായിപ്പോയ മനുഷ്യർ, ദൈവത്തിന് അകന്നുപോയ മനുഷ്യർ, ജീവിതത്തിൽ തരിപ്പണമായി പരാജയപ്പെടാൻ പോകുന്ന മനുഷ്യനെ തൻ്റെ മാറോട് ചേർത്ത് വെക്കാൻ വേണ്ടി ദൈവം കണ്ടുപിടിച്ചതാണ് ഉടമ്പടി. എയ്ഡൻ, കവനൻ്റ് ഓഫ് ഈഡൻ. അതിലെന്താണ് പറയണത്? നിനക്ക് സ്ത്രീക്കും തമ്മിൽ 33:15 നിൻ്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, അവൻ്റെ കുതികാലിന് നീ പരിക്കേൽപ്പിക്കുമെന്ന്. അപ്പം അവൻ അവിടെ വരികയാണ്. അവൻ മാത്രമല്ല, സ്ത്രീയും. അവൻ പറയണ പോലെ ചെയ്യാൻ പറയണത് സ്ത്രീയാണ്. മനസ്സിലായില്ലേ? അവൻ പറയണത് പോലെ ചെയ്യാൻ പറയണത് സർപ്പത്തിന് കുതികാലില്, സർപ്പത്തിന് തലക്ക് ചവിട്ടിയ അവൻ പറയണത് പോലെ ചെയ്യാൻ പറയണതും പറഞ്ഞ് ചെയ്യിക്കണതും സ്ത്രീയാണ്. ആ സ്ത്രീയാണ് മറിയാം. അവരുടെ മധ്യസ്ഥത്തിലാണ് ഈ മരിയൻ ഉടമ്പടി. അപ്പോഴിതെന്ന് പറയണത് ചൊല്ലണ പ്രാർത്ഥനയല്ല, ചെയ്യണ പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ പ്രതിസന്ധി ഉണ്ടായ കാലത്ത് മനുഷ്യന്മാർ കണ്ടുപിടിച്ചതല്ല, ദൈവം മുൻകൈ എടുത്ത് ചെയ്തതാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. കൈ ഇടിച്ച് കർത്താവിനെ എഴുന്നേൽക്കുക.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ നന്ദി നന്ദി കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി സ്തുതി സ്തുതി. മധ്യസ്ഥ പ്രാർത്ഥന. എല്ലാവർക്കും ഏറ്റു പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന. പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയായി ഞങ്ങളുടെ കുടുംബത്തെയും യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ തേജസ്സേടും നിൻമുഖമിൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ
പ്രാർത്ഥനയുടെ ജപമാലയുടെ ശക്തിയെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യം കിട്ടിയ നിമിഷങ്ങളായിരുന്നു അത്. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പട്ടവും തിരുപ്പട്ട ശുശ്രൂഷയും പ്രഥമ ദിവ്യ ബലിയർപ്പണവും നമ്മളുടെ ഇടവകയിൽ തന്നെ നടത്താമെന്ന് ഞങ്ങളെ അറിയിച്ചു. ഡിസംബർ 30 2023 ഡിസംബർ 30 വലിയ സന്തോഷത്തോടെ വലിയ പ്രാർത്ഥനാ ചൈതന്യത്തോടെ ഞങ്ങളുടെ ഇടവകയിൽ തന്നെ ഏതാണ്ട് ഞങ്ങൾ ആഗ്രഹിച്ച എല്ലാവരും പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ സന്തോഷത്തോടെ പട്ടം ഞങ്ങളുടെ ഇടവകയിൽ നടന്നു. അന്ന് ഞാനിവിടെ വരുമ്പോൾ കൃപാസനത്തിലെ എല്ലാ പ്രവർത്തകരും ജോസഫ് അച്ഛനും സിസ്റ്ററും ഒക്കെ ഞങ്ങളോട് കാണിച്ച വലിയ സ്നേഹം ഇന്നും എൻ്റെ ജീവിതകാലം മുഴുവൻ മറക്കാതെ പരിശുദ്ധ അമ്മയുടെ സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. അടുത്തതായി വൈദിക വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്ത് എൻ്റെ മകൻ്റെ കൂടെ കോളേജിൽ പഠിച്ച ഒരു പയ്യന്, അവൻ എൻ്റെ മകനെ പോലെ തന്നെ ഞങ്ങൾ സ്നേഹിക്കുന്ന അത്രയേറെ കൂട്ടായിട്ടുള്ള ഒരു പയ്യൻ, അവന് ബ്രെയിൻ ട്യൂമറായിരുന്നു. അത് ആദ്യം ശസ്ത്രക്രിയ കഴിഞ്ഞു, പിന്നീട് ഒരുവിധം നോർമൽ സ്റ്റേജിലേക്കൊക്കെ പോയി. ആ കുട്ടി ജോലിക്കൊക്കെ പോയി തുടങ്ങി. അതിനുശേഷം പെട്ടെന്നൊരു ദിവസം അവന് വയ്യായിക വന്നു, തലവേദന വന്നു, ഹോസ്പിറ്റലിൽ ചെന്നു. ആൾ കോമ സ്റ്റേജിലോട്ട് പോയി. അതേസമയം ഞാൻ അന്ന് ഇതുപോലെ തന്നെ ആഴ്ചയിലൊരിക്കൽ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ ചെന്നിരിക്കാറുണ്ടായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എൻ്റെ വൈദിക വിദ്യാർത്ഥിയായിട്ടുള്ള മകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി ബോണിക്ക് സീരിയസ് ആണ്, മമ്മി ഇങ്ങോട്ടൊന്ന് വരുമോ എന്ന് ചോദിച്ച് കൊച്ചിക്ക് ഭാവിട്ട് കരയായിരുന്നു. അപ്പോൾ പറഞ്ഞു, മമ്മി വരാം, മോൻ സമാധാനമായിട്ടിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനും മൂത്ത മകനും കൂടി ഇവിടെ നിന്ന് അവിടെ വരെ ജപമാല ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിച്ച് അവിടെ ഈ രോഗിയെ കാണാൻ പോയി. അവിടെ ചെല്ലുമ്പോൾ എല്ലാ ഡോക്ടേഴ്സ് കൈയൊഴിഞ്ഞു. ഇനിയും നിങ്ങൾക്ക് കാണേണ്ടവർക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് അടുത്ത കട്ടിലിൽ മാറ്റി കെടുത്തിയേക്കുമായിരുന്നു. അപ്പോൾ രോഗി ലേപനവും അന്ത്യകുദാശ കൊടുക്കുന്നതിനായി ഒരു അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് ഞങ്ങൾ ചെല്ലുന്നത്. അച്ഛൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പോയപ്പോൾ എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം അവരിതിനെ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന ഭയം ഉണ്ടായിരുന്നു. വീട്ടുകാരോട് ഞാൻ ചോദിച്ചു, ഞാൻ പരിശുദ്ധ അമ്മയുടെ കൃപാസനത്തിലെ ഉടമ്പടി തൈലം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ പ്രാർത്ഥിച്ചോട്ടെ, കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല, പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. ആ കിടക്കുന്ന കോമ സ്റ്റേജിൽ ആരെയും ഒന്നും മനസ്സിലാകാതെ 24 മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കുമെന്ന് പറഞ്ഞ ആ കുഞ്ഞിനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സമയം പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം അമ്മയോട് കേണപേക്ഷിച്ചുകൊണ്ട് അവൻ്റെ നെറ്റിയിലും നെഞ്ചിലും കാലിലും കുരിച്ചിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ മകൻ പറഞ്ഞു, മമ്മി ശാസ്ത്രം കൈവിട്ടതാണ്, എനിക്കങ്ങനെ വലിയ പ്രതീക്ഷയൊന്നുമില്ല, ഞാൻ ഈ രാത്രി ഇവിടെ നിന്ന് പോകുന്നില്ല, ഞാൻ എൻ്റെ ഇടവകയിൽ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവൻ്റെ മരണം എനിക്ക് കാണണം, ഞാൻ ഇവിടെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ മകൻ നന്നായിട്ട് പ്രസംഗിക്കുന്ന, വചനം പ്രസംഗിക്കാൻ ഒരു ചെറിയ കഴിവുള്ള കുട്ടിയാണ്, അപ്പോൾ ഈ കൊച്ച് നന്നായിട്ട് പ്രസംഗിക്കും. അപ്പം ഞാൻ ചോദിച്ചു, നീ എപ്പോഴും പ്രസംഗിക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട്, ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്ന്. ഇന്നും ജീവിക്കുന്ന ക്രിസ്തുവിൽ നീ വിശ്വസിക്കുന്നുവെങ്കിൽ കഴിഞ്ഞ 12 വർഷക്കാലം നീ എടുത്ത സഹനങ്ങളെല്ലാം കൂട്ടിവെച്ചിട്ട് ഈശോയോട് നീ ചെന്ന് പറ, ആൾക്കാരുടെ മുമ്പിൽ ചെന്നിരുന്നിട്ട് പറയും, ബോണിയെ എനിക്ക് എൻ്റെ പട്ടത്തിന് ബോണി വേണം, എൻ്റെ പട്ടത്തിന് എൻ്റെ ആഗ്രഹമാണ്, ബോണിയെ എനിക്ക് വേണം എന്ന് ഈശോയോട് നീ പറയും, ഈശോ നിനക്ക് തരും, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് കുറേ നേരം പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ച് അവനെ ഞാൻ പള്ളിയിൽ കൊണ്ടുവിട്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. വെളുപ്പിന് 3 മണിക്ക് ഞാൻ എണീറ്റ് പ്രാർത്ഥിക്കുന്ന ശീലമുണ്ട്. ഞാൻ 3 മണിക്ക് എണീറ്റ് കരുണക്കൊന്ത് ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതേ സമയത്ത് കോമ സ്റ്റേജിലായിരുന്ന ഈ കുട്ടി കണ്ണു തുറന്നു, മൂത്രമൊഴിക്കാൻ പോകണമെന്ന് പറഞ്ഞു, എണീക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ 2-3 ദിവസമായപ്പോഴേക്കും കൊച്ചു നോർമൽ സ്റ്റേജിലേക്കായി. ഈ കഴിഞ്ഞ ഡിസംബർ 30 ഈ കുട്ടി നടന്നു തന്നെ ഞങ്ങളുടെ ഇടവക ദേവാലയത്തിൽ തിരുപ്പട്ട ശുശ്രൂഷയ്ക്കായി പങ്കെടുക്കുകയും ചെയ്തു. അൾത്താരയിൽ കാഴ്ച സമർപ്പണത്തിന് ബോണിയെ കൂടി ഞങ്ങൾ കൂട്ടിയിട്ടുണ്ടായിരുന്നു. പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദിയും സ്തുതിയും സമർപ്പിക്കുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടുമ്പോൾ പരിശുദ്ധ ജപമാലയും പരിശുദ്ധമ്മയും കൂട്ടുപിടിച്ചാൽ ഒരു തരത്തിലും വീഴ്ച ഉണ്ടാവില്ല എന്ന് പൂർണ്ണമായും ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു. ഇതുപോലെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായ, ഞാനൊരു ബിസിനസ്സുകാരിയാണ്. വലിയ ബിസിനസ് ഓർഡർ വരുമ്പോൾ ആദ്യം ഞാൻ എടുക്കുന്നത്, എൻ്റെ കയ്യിലെടുക്കുന്നത് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയ കാശ് രൂപമാണ്. ആ കാശ് രൂപം കയ്യിൽ വെച്ചിട്ട് മാത്രമേ ഞാൻ ഒരു ബയ്യറോട് സംസാരിക്കാറുള്ളൂ. എന്ത് സംസാരിക്കണം എന്ത് സംസാരിക്കേണ്ട എന്ന് എൻ്റെ നാവിൽ എപ്പോഴും ഒരു പിടുത്തം ഉണ്ടായിരിക്കും. സംസാരിക്കേണ്ടാത്തത് സംസാരിക്കാതിരിക്കാൻ എന്നെ എപ്പോഴും പരിശുദ്ധമ്മ കൂടെയുള്ള അനുഭവമാണ് എനിക്കുള്ളത്.
ഒത്തിരിയേറെ 2019 മുതൽ ഇന്ന് വരെ ഓരോ 3 മാസം കൂടുമ്പോഴും ഉടമ്പടി പുതുക്കിക്കൊണ്ട് ഈശോയുടെ സ്നേഹത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് ഞാനും എൻ്റെ കുടുംബവും തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നു. ഈ അൾത്താരയിൽ, ഈ സന്നിധിയിൽ ഇന്ന് എൻ്റെ മകൻ കൃതജ്ഞതയുടെ ബലി പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധാനത്തിൽ ജോസഫ് അച്ഛനോടൊപ്പം കൃതജ്ഞതയുടെ ബലി അർപ്പിക്കുവാനും എൻ്റെ മകനെ അനുവദിച്ചതിന് പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദിയും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. കാരുണ്യ പ്രവർത്തികൾ പറഞ്ഞാൽ ഞാൻ